This program is sponsored by Supra Pacific Financial Services Limited, a BSE listed NBFC. നമ്മുടെ ആദ്യത്തെ സെഗ്മെൻ്റ് എന്ന് പറയുന്നത് ലീഗൽ ആൻഡ് സ്ട്രക്ചറിനെ പറ്റിയാണ്. സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് തുടങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട 3 പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? 3 പ്രധാന കാര്യങ്ങളാണ് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഫണ്ടിങ് എൻഷുർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു പക്ഷേ സ്റ്റാർട്ടപ്പിന് വലിയ ആശയമുണ്ടാവാം, അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻസ് ബേസ്ഡ് ആയിരിക്കാം, നല്ല ടീമുണ്ടാവാം. ബട്ട് നമുക്കൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ പ്ലേസ് ചെയ്യാനുള്ള ഒരു ടൈം വേണ്ടി വരും. അപ്പോൾ അതിനുള്ള ഒരു ഫണ്ട് കരുതിയിരിക്കണം. അത് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഉൾപ്പെടെ മാർക്കറ്റിംഗ് കോസ്റ്റ് ഉൾപ്പെടെയുള്ള ഒരു 6 to 7 മന്താണ്. പക്ഷേ പലപ്പോഴും ഇപ്പോൾ സംഭവിക്കുന്നത് തുടങ്ങുകയും അതിനുശേഷം ഫണ്ട് റേസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഫണ്ടുകൾ ആളുകൾ തരുമെന്നുള്ളൊരു പോയിന്റുകളാണ് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങി വെക്കുന്നത്. അത് പിന്നീട് സ്റ്റാർട്ടപ്പുകൾ ക്ലോസ് ചെയ്യുന്നതിന്, ഏർലി സ്റ്റേജിൽ ക്ലോസ് ചെയ്യുന്നതിന് കാരണമാകുന്നുണ്ട്. ഇപ്പം നമ്മൾ കേരള സർക്കാരിന് നമ്മുടെ തന്നെ പല സ്റ്റാർട്ടപ്പുകളുടെയും ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ പലതും ഒരു സെക്ഷൻ ഒരു സ്റ്റേജ് കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നില്ല. അതിനുള്ള റീസൺ ഇതാണ്, സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഫണ്ടിങ് ഉറപ്പാക്കാതെ തുടങ്ങുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഒരു ടൈമും എനർജിയും ഒക്കെ വേസ്റ്റ് ചെയ്യുന്നു, അതിനുശേഷം അത് ക്ലോസ് ചെയ്യേണ്ടി വരുന്നു. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ വാലിഡേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഒരു പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലത്തിനുള്ളൊരു സൊല്യൂഷൻ എന്ന നിലയിലാണ് സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാകുന്നത്. പക്ഷേ ആ പ്രോബ്ലം യഥാർത്ഥത്തിലുള്ളതാണ് എന്ന് നമ്മൾ വാലിഡേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ വാലിഡേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ പറയുക, അതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പൊക്കെ ബിൽഡ് ചെയ്യാതെ തന്നെ നമുക്ക് തന്നെ ഒരു സർവേ പോലെയോ ഒക്കെ നമുക്കൊരു പിന്നെ ഡിജിറ്റൽ സർവേ പോലെയൊക്കെയോ, അല്ലെങ്കിൽ നമ്മൾ നേരിട്ടായിട്ടുള്ള ഡയറക്റ്റ് സർവേകളോ, അതിന് ഏതാണോ ആ പ്രോഡക്റ്റിന് ആനുപാതികമായിട്ടുള്ള ഒരു വാലിഡേഷൻ ചെയ്യേണ്ടി വരും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, സ്റ്റാർട്ടപ്പുകളുടെ ഫൗണ്ടേഴ്സ് തമ്മിൽ ഒരു വ്യക്തമായ കോൺട്രാക്റ്റ് ഉണ്ടാവണം. അവരുടെ ഡ്യൂട്ടീസ് നിർവചിക്കപ്പെടുകയും അതിൻ്റെ ഓരോ ആൾക്കാരുടെയും റെസ്പോൺസിബിലിറ്റീസ് കൃത്യമായി നിർവചിക്കപ്പെട്ട് ഡോക്യുമെൻ്റ് ചെയ്യണം. ഇപ്പോൾ ചില സ്റ്റാർട്ടപ്പുകൾക്ക് സെക്യൂരിറ്റീസ് ഉണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ ഫണ്ട് റേസ് ചെയ്യേണ്ട ആളുകളുണ്ടാവാം. ഇതെല്ലാം കൃത്യമായി എഴുതി തയ്യാറാക്കി അത് ഒപ്പിട്ട് വെക്കണം. നമുക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് അത്തരത്തിലുള്ള രേഖകൾ ഉണ്ടാവും, പക്ഷേ സ്റ്റാർട്ടപ്പുകൾക്ക് പൊതുവെ അത്തരം രേഖകൾ ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ ഈ ഫൗണ്ടേഴ്സ് തമ്മിലൊരു കോൺട്രാക്റ്റ് നിർബന്ധമായിട്ടും ഉള്ളത് നല്ലതാണ്. ഓക്കെ, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തുടങ്ങാൻ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. അത് തന്നെയാണ്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു രേഖ ഉണ്ടാവും, നമുക്കൊരു കൃത്യമായിട്ടുള്ള ലീഗൽ ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാവും. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, നമ്മൾ ഒരു വിഷൻ സ്വാഭാവികമായിട്ടുണ്ടാവും. പക്ഷേ ഡയറക്ഷൻസ് ചേഞ്ച് ചെയ്താൽ എത്ര ഡയറക്ഷൻസ് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഇവിടുന്ന് നമ്മൾ തൃശ്ശൂർ പോകുമ്പോൾ നമുക്ക് ചാലക്കുടി വഴി പോകാം, അവിടെ ബ്ലോക്ക് ആണെങ്കിൽ ഇരിങ്ങാലക്കുടി വഴിയും പോകാം. ഓക്കെ, അപ്പോൾ ഇരിങ്ങാലക്കുട വഴി പോകണമെങ്കിൽ ഇവിടെ 2 മണിക്കൂറിൽ കൂടുതൽ ബ്ലോക്ക് ആണെങ്കിലാണ് നമ്മൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യേണ്ടതുള്ളൂ എന്ന് നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഡയറക്ഷൻ ചേഞ്ചിനെ കുറിച്ച് എഴുതി വെക്കേണ്ടതായിട്ട് വരും. കാരണം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിൽ ലീഡർഷിപ്പുകൾ ചേഞ്ച് ചെയ്തതനുസരിച്ച് ചിലപ്പോൾ ടോപ്പ് ലെവലിൽ വിഷൻസ് ചേഞ്ച് ചെയ്യാൻ പറയും. ഇപ്പോൾ നമ്മൾ ലീഡർഷിപ്പ് ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്ക് പുതിയ ലീഡർഷിപ്പിനെ നമുക്ക് ഹയർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഏറ്റവും പ്രധാനമായി ഇത്തരം കാര്യങ്ങളിലല്ല നമ്മൾ ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, കൃത്യമായി നിർവചിക്കപ്പെട്ട വിഷനോ ഡയറക്ഷൻ ഉണ്ടാവണം. ആ ഡയറക്ഷനിൽ എവിടെ വരെ ചേഞ്ചസ് ആവാം എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഇതേപോലെ തന്നെ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ, മാർക്കറ്റിംഗ് ഫണ്ട് ഉൾപ്പെടെയുള്ള കൃത്യമായിട്ടുള്ളൊരു ഫണ്ടുകൾ എൻഷുർ ചെയ്യണം. അത് നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് ആവാം, അല്ലെങ്കിൽ പല ടൈപ്പ് ഓഫ് ഫണ്ടുകളുണ്ടാവാം. അപ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് സ്റ്റാർട്ടപ്പായിട്ട് തുടങ്ങുന്നു, അതിന് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആവുന്നു. അപ്പോൾ അതിന് ഫണ്ടിങ്, ഏഞ്ചൽ ഫണ്ടിങ് ഉൾപ്പെടെ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇത്തരം സാധ്യതകൾ A or B or C പ്ലാൻ, ഒരു ABC പ്ലാൻ ഫണ്ടിങ്ങിനെ സംബന്ധിച്ച് ഉണ്ടാവുക എന്നുള്ളതാണ്. അത് കൃത്യമായി ഉണ്ടാവുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു സിസ്റ്റം തുടക്കത്തിൽ തന്നെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പറയും, ചെറിയ കമ്പനി ആണെങ്കിൽ സിസ്റ്റം ആവശ്യമുണ്ടോ, പ്രൊഫഷണലിസം ആവശ്യമുണ്ടോ എന്ന് പറയും. പക്ഷേ കമ്പനിയെ സംബന്ധിച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളൊരു കോട്ട് ഗൗതം അദാനിയുടെ ലേറ്റസ്റ്റ് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഇത്രയും വലിയ ഫണ്ട്, ഇത്രയും കമ്പനികൾ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, എങ്ങനെയാണത് മാനേജ് ചെയ്യുന്നത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആഡിക്വേറ്റ് ക്യാപിറ്റൽ ആദ്യം ഉണ്ടാക്കുക, ഫോർമുലേറ്റിംഗ് സ്ട്രാറ്റജീസ്,
സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുക. ഡ്രിവൺ ബൈ പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് ആൻഡ് കോമ്പിറ്റൻറ്റ് CEOs. പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ഓരോ ബിസിനസ്സും കൃത്യമായി റൺ ചെയ്യാൻ പറ്റുന്ന CEOസിനെ അവിടെ കൊണ്ടുവരിക എന്നാണ് ഞാൻ പറയുന്നത്. ദെൻ റിവ്യൂ, ആ പ്രോസസ്സിനെ റിവ്യൂ ചെയ്യുക. ഇപ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്പനി തുടങ്ങി ഒരു 3 to 4 അല്ലെങ്കിൽ ഒരു 6 മന്തും കൊണ്ട് അതിനൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ പ്ലേസ് ചെയ്തു, അല്ലെങ്കിൽ ഒരു സർവീസിനെ നമ്മൾ കൊണ്ടുവന്നു. അപ്പോൾ അതിൻ്റെ ടോപ്പ് ലെവൽ ലീഡേഴ്സ് ഫോളോ ചെയ്യേണ്ട ഒരു സിസ്റ്റമാണിത്. ഈ ടോപ്പ് ലെവൽ ലീഡേഴ്സ് ഇപ്പം ഗൗതം അദാനി വലിയൊരു ഓൺട്രപ്രണറാണ്. അദ്ദേഹം പല CEOസിനെ നിയമിച്ച പോലെ തന്നെ ഓരോ CEOസും അവരുടെ അണ്ടറിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുകളെ നിയമിക്കുകയും ആ ഹെഡുമാരുടെ അണ്ടറിൽ അവരുടെ ഉത്തരവാദിത്തത്തിലായിരിക്കണം ആ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പോകേണ്ടത്. മൈക്രോ ലെവൽ മാനേജ്മെൻറ്റ് നല്ലതല്ല, അത് സ്ഥാപനം വളരില്ല. അപ്പോൾ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കാനുള്ളത്. മറ്റു പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവാം. ഇത് ഞാൻ ഷെയർ ചെയ്യുന്ന എൻ്റെ തോട്ടാണ്. ഓക്കെ, മിനിമം ഷെയർ ക്യാപിറ്റൽ എത്ര വേണം? നമ്മൾ ഇപ്പോഴത്തെ റൂൾ അനുസരിച്ച് അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള ഇതില്ല. 10,000 rupees ഉണ്ടെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിൽ ഒരാൾ 9,000 എടുക്കാം, ഒരാൾ 1,000 ഉണ്ടെങ്കിലും ക്യാപിറ്റൽ നമുക്ക് റേസ് ചെയ്ത് തുടങ്ങാൻ പറ്റും. അതിൽ തന്നെ നമ്മളിപ്പോൾ ഇന്ത്യ ഫയലിങ്സ് പോലെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ പോയാൽ നമുക്ക് അറൗണ്ട് ഒരു 6,000 അല്ലെങ്കിൽ 10,000 ബിലോയിൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവും. ഓൾ രജിസ്ട്രേഷൻ പ്രോസസ് പ്രൈവറ്റ് കമ്പനി. അപ്പോൾ ലീഗൽ എൻറ്റിറ്റി ഉള്ള നിയമപരമായി വ്യവസ്ഥാപിതമായി പിന്നെ നടത്താൻ പറ്റുന്ന ലിമിറ്റഡ് ബാധ്യതയോട് കൂടി ഒരു സ്ഥാപനം ഫോം ചെയ്യുന്നതിന് ഇപ്പം കേരളത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ത്യയിൽ 20,000 rupees ഉള്ളൂ. വേറെ അധികമായിട്ടുള്ള ഒരു ഫണ്ട് വേണമെന്നില്ല. പക്ഷേ തുടങ്ങാൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാൻ, ദെൻ ആ ബിസിനസ്സിൻ്റെ ആവശ്യമായിട്ടുള്ള എത്ര ഫണ്ടാണോ ആ ഫണ്ട് നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടാവണം. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ ആ ബിസിനസ്സിൻ്റെ രീതി അനുസരിച്ച് കൂടിയും കുറഞ്ഞിരിക്കും. 20,000-നും നമുക്ക് ബിസിനസ് തീർച്ചയായിട്ടും. അതായത് ഞാൻ കമ്പനി തുടങ്ങാൻ ഇപ്പോൾ 10,000 ഉണ്ടെങ്കിലും കമ്പനി ഷെയർ ഹോൾഡേഴ്സ് ആവാം. 2 ഷെയർ ഹോൾഡേഴ്സ് വേണം എന്നുള്ളതാണ്. 2 ആൾക്കാരുണ്ടാവണം, 2 ഡയറക്ടേഴ്സ് ഉണ്ടാവണം. ഡയറക്ടേഴ്സിൻ്റെ റെമ്യൂണറേഷൻ ടാക്സബിൾ ആണ്? തീർച്ചയായിട്ടും. എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിൻ്റെ റെമ്യൂണറേഷൻ ടാക്സബിൾ ആണ്. ഇപ്പോൾ 24 lakhs ആണ് ഒരാളുടെ റെമ്യൂണറേഷൻ എങ്കിൽ ആ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഇൻകം ടാക്സ് ആൾ കൊടുക്കേണ്ടി വരും, ടാക്സബിൾ ആണ്. അതേസമയം എക്സിക്യൂട്ടീവ് ഡയറക്ടർ അല്ല, നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇൻകത്തിൽ നിന്ന് TDS കട്ട് ചെയ്യാൻ കമ്പനിക്ക് അധികാരമുണ്ട്. അപ്പോൾ TDS കട്ട് ചെയ്തതിന് ശേഷമുള്ള ബാക്കിയുള്ള അതായത് അവരുടെ ഒരു പ്രൊഫഷണൽ ഇൻകമായിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ GST മാൻഡേറ്ററി GST മാൻഡേറ്ററി ആണ്. ബട്ട് സർവീസുകൾക്ക് അറൗണ്ട് 20 lakhs 40 lakhs ആണ് ഗുഡ്സ് ആയിട്ടുള്ളതിന് GST മാൻഡേറ്ററി ആയിട്ട് വരുന്നത്. അപ്പം തുടങ്ങാൻ പോകുന്ന ഒരു സംരംഭം തുടങ്ങുന്നതിനെ സംബന്ധിച്ചിടത്തോളം GST ഉൾപ്പെടെ എടുത്തു വെക്കുന്നതാണ്. നമ്മൾ എല്ലാ കംപ്ലയൻസസും പാലിക്കപ്പെട്ടിട്ട് തന്നെ തുടങ്ങുന്നതാണ് എപ്പോഴും നല്ലത്. അതിനൊന്നും ഒരു വലിയ ഇംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, വലിയ കോസ്റ്റ് ഇല്ല. നമ്മുടെ അടുത്ത സെഗ്മെൻറ്റ് ക്യാപിറ്റൽ ആൻഡ് വർക്കിംഗ് ഫണ്ടമെൻ്റൽസിനെ കുറിച്ചാണ്. വർക്കിംഗ് ക്യാപിറ്റൽ എത്ര റിസർവ് വെക്കണം? എപ്പോഴും ഒരു ചർച്ചയ്ക്ക് വിധേയമാകുന്നൊരു വിഷയമാണ് വർക്കിംഗ് ക്യാപിറ്റൽ എത്ര വേണമെന്നുള്ളത്. സോ ബേസിക്കലി പറയുന്ന 6 month വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ് പറയുക. സാലറി, റെൻറ്റ്, ഇലക്ട്രിസിറ്റി, സോ ആൻഡ് സോ പ്ലസ് മാർക്കറ്റിംഗ് വെക്കുന്നത് നല്ലതാണ്. കാരണം അതും കൂടി ചേരുമ്പോഴാണ് എക്സ്പെൻസ് ആവുള്ളൂ. അതായത് അടുത്തൊരു 6 മാസത്തേക്ക് നമുക്ക് വരുമാനം ഒന്നും ഇല്ലെങ്കിലും റൺ ചെയ്ത് പോകാനുള്ളത്, ക്രെഡിറ്റ് സെയിൽ വന്നാലും റൺ ചെയ്ത് പോകണം. ഇതൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ എനിക്കതിനകത്തൊരു അഡീഷണൽ തോട്ടുള്ളത്, ഓരോ ബിസിനസ്സിൻ്റെ അനുസരിച്ച് ചിലപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ വരാം. മേ ബി ഒരു പ്രോഡക്റ്റ് അതിൻ്റെ സെയിലിനുള്ള അല്ലെങ്കിൽ അതിൻ്റെ മാനുഫാക്ചറിങ് ഉണ്ടായി അതിനെ സെറ്റ് ചെയ്ത് ഒരു പ്രോഡക്റ്റ്സ് ആക്കി ഡെവലപ്പ് ചെയ്ത് തിരിച്ച് മാർക്കറ്റിൽ റിട്ടേൺ വരാൻ ഒരു 8 month എടുക്കുമെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് 8 month 9 month ഫുൾ എമൗണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ കംപ്ലീറ്റ് ആയിട്ടുള്ള എമൗണ്ടും അക്കൗണ്ടിൽ ഇട്ടതിന് ശേഷം മാത്രമേ ബിസിനസ് തുടങ്ങാവുള്ളൂ എന്നാണ് പറയുക. കാരണം അല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് ചെറിയ ബിസിനസ് ആണെങ്കിലും വലിയ ബിസിനസ് ആണെങ്കിലും തുടങ്ങിയതിന് ശേഷം പിന്നെ ഫണ്ട് റോൾ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ ഫോക്കസ് പോകും. അപ്പോൾ അതേസമയം ഒരു ബിസിനസ്സുകാരൻ രാവിലെ എൻ്റെ ലക്ഷ്യം ഇതാണെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കാൻ കൃത്യമായി ഫോക്കസ്ഡായിട്ട് ചെയ്താൽ അവൻ ആ ബിസിനസ്സിൽ നിന്ന് സക്സസ് ആകാൻ പറ്റും. അതേസമയം നമ്മൾ രാവിലെ ആലോചിച്ച് ബിസിനസ്സിന് ഓഫീസിൽ വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ വരുന്ന ഒരു കാര്യത്തിന് പോകേണ്ടി വരുന്ന വേറൊരു കാര്യത്തിന് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ബിസിനസ് സക്സസ് ആകുന്നതിന് ബുദ്ധിമുട്ടായിരിക്കും. ബിസിനസ് തുടങ്ങാൻ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് മോഡൽ ഏതാണ്?
ഇപ്പോഴത്തെ കണ്ടീഷനിൽ മാർക്കറ്റിൻ്റെ ഒരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് അല്ലെങ്കിൽ നമ്മുടെ വലിയൊരു ഫണ്ടിങ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ് ഡിജിറ്റൽ സർവീസ് മെത്തേഡ്സ് ആണ്. കൺസൾട്ടൻസി സർവീസസ്, ഇപ്പോൾ AI ടൂൾസ് എങ്ങനെ നന്നായി യൂസ് ചെയ്യാം എന്നുള്ളതിൻ്റെ കൺസൾട്ടൻസി സർവീസസ്, ഫിനാൻഷ്യൽ കൺസൾട്ടൻസി സർവീസസ്, അത് തന്നെ ട്രെയിനിങ് കോഴ്സസ്, അത്തരം കാര്യങ്ങൾ നമുക്ക് വളരെ കോസ്റ്റ് എഫക്റ്റീവാണ്, ബട്ട് സ്കെയിൽ ചെയ്യാൻ വേണ്ടി എളുപ്പമാണ്. വലിയ രീതിയിലോട്ട് പെട്ടെന്ന് തന്നെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ള ചില ഇതാണ് ഡിജിറ്റൽ സർവീസ് കൺസൾട്ടേഷൻസ്. ഒരു ലോ ക്യാപിറ്റൽ മോഡൽ സജസ്റ്റ് ചെയ്യാമോ? ലോ ക്യാപിറ്റൽ മോഡൽ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇപ്പോൾ ഒത്തിരി ആളുകളുണ്ട്. അതിനൊരു എക്സാമ്പിളാണ്, ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ബിസിനസ് ചെയ്യുന്നു, നമുക്ക് വേൾഡിൽ എവിടെയും ബിസിനസ് പിടിക്കാം. ദുബായിൽ നിന്ന് വേണം പിടിക്കാം, യൂറോപ്പിൽ നിന്ന് വേണം പിടിക്കാം, UK നിന്ന് പിടിക്കാം, US നിന്ന് പിടിക്കാം. പക്ഷേ നമ്മളത് മാർക്കറ്റ് ചെയ്യുമ്പോൾ അവരോട് സംസാരിക്കാനുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അല്ലെങ്കിൽ അവരുമായിട്ട് ഇമെയിൽ അയക്കുക അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള സ്കില്ലുണ്ടായാൽ മതി. കാരണം മെറ്റ ആർട്സും ഗൂഗിൾ ആർട്സും എല്ലാ സ്ഥലത്തും ഒന്ന് തന്നെയാണ്. അതിപ്പോൾ കേരളമാണെങ്കിലും ഇന്ത്യ ആണെങ്കിലും വേൾഡിലാണെങ്കിലും നമ്മൾ അവരുമായിട്ട് കോമ്പിറ്റൻ്റ് ആവുക എന്നുള്ളതാണ്. ആ കോമ്പിറ്റൻസി നമ്മൾ എത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എബിറ്റ എത്ര പ്രധാനമുള്ള ഒരു കാര്യമാണ്? ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ടാക്സ്, അതിലെല്ലാം എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ഇൻട്രസ്റ്റ്, ഡിപ്രിസിയേഷൻ അല്ലെങ്കിൽ പിന്നെ ടാക്സ്, ഇതൊന്നുമില്ലാതെ നമ്മുടെ കമ്പനിക്ക് എത്ര ആണ് നമ്മുടെ വരുമാനം അല്ലെങ്കിൽ എത്ര റവന്യൂ ജനറേറ്റ് ചെയ്തു, ആക്ച്വൽ റവന്യൂ എത്രയാണെന്നുള്ളതാണ് നോക്കുക. ബട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ശരിക്കുമുള്ള ഫിനാൻസ് അനലിസ്റ്റ് നെറ്റ് പ്രോഫിറ്റ് നോക്കും, പ്ലസ് എബിറ്റ നോക്കും, രണ്ടും നോക്കും. അത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ബിസിനസ് മോഡൽ എത്രമാത്രം ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ ഇൻവെസ്റ്റേഴ്സ് ഇത് എത്രത്തോളം ശ്രദ്ധിക്കുന്നു? വളരെ വലിയ രീതിയിൽ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പുതിയൊരു ഫണ്ടിങ് വരുമ്പോൾ അവർ ചിലപ്പോൾ അതിൻ്റെ ഡിപ്രിസിയേഷൻ ഒന്നും നോക്കിയെന്ന് വരികയില്ല, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ടാക്സ് ഒന്നും നോക്കിയില്ല. ബട്ട് ആ ബിസിനസ് മോഡലിൽ നിന്ന് എത്ര റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എത്ര കുറവാണ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഇൻക്ലൂഡഡ് ആണ് ഇതിൽ, ഡിപ്രിസിയേഷന്, ഇൻട്രസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ മാറ്റി നിർത്തുള്ളൂ. അപ്പോൾ എത്ര എഫിഷ്യൻ്റായിട്ട് ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി ഉണ്ടെന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സ് അവരുടെ നോക്കുന്നതിൽ ക്യാഷ് ഫ്ലോ നോക്കുന്നതിനൊപ്പം തന്നെ നോക്കുന്ന ഒരു സാധനമാണിത് എബിറ്റ. അടുത്ത സെഗ്മെൻറ്റ് സ്കെയിലപ്പ്, ലിസ്റ്റിംഗ് ആൻഡ് എക്സ്പാൻഷൻ, ഇതിനെക്കുറിച്ചാണ്. SME ലിസ്റ്റിംഗ് ക്രൈറ്റീരിയ എന്താണ്? SME ലിസ്റ്റിംഗ് ബേസിക്കലി അവർ 25 crores ആണ് വരാവുള്ളൂ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ വരാവുള്ളൂ. ടോട്ടലി 3 വർഷം തുടങ്ങി 3 വർഷം കണ്ടിന്യൂസ് ആയിട്ട് 2 വർഷം പോസിറ്റീവ് നെറ്റ്വർത്ത് ഉണ്ടായിരിക്കണം. ബേസിക്കലി ഒരു പോസിറ്റീവ് ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റബിലിറ്റി അതിനെ ഒരു പ്രധാന ഘടകമായിട്ട് തന്നെ എടുക്കാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും വളരെ നമ്മൾ കേരളത്തിലല്ലാതെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ, മറ്റ് സ്റ്റേറ്റുകളിൽ പോയി കഴിഞ്ഞാൽ SME ലിസ്റ്റിംഗ് വളരെ വലിയ രീതിയിലോട്ട് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഒത്തിരി ഞാൻ റീസെൻ്റ് ഡാറ്റ നോക്കിയിട്ടില്ല, എനിക്ക് ഒരു ലാസ്റ്റ് മന്ത് ബിഫോർ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് 1 lakh plus SME ലിസ്റ്റിങ്സ് 6 month ആ ഒരു ടൈമിനുള്ളിൽ നടന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബിൽഡ്, വാല്യുവേഷൻ ആൻഡ് എക്സിറ്റ് ആണോ നല്ലത്, അതോ IPO ആണോ? ഇപ്പോൾ പുതിയൊരു ട്രെൻഡാണ്. നമ്മളൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നു, അതൊരു പ്രോഡക്റ്റ് ചെയ്യുന്നു, മാർക്കറ്റിൽ ഫിറ്റ് ചെയ്യുന്നു, സ്കെയിൽ ചെയ്യുന്നു, ദെൻ എക്സിറ്റ് ചെയ്യുന്നു. ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട് റീസെൻ്റ്ലി വലിയ തുകയ്ക്ക് മാറുന്നത്, അല്ലെങ്കിൽ അവരെ വലിയ കമ്പനികൾ അക്വയർ ചെയ്യുന്നതായിട്ട്. നമ്മളുടെ ഒരു മൈൻഡ് സെറ്റ് പോലെയാണത്, നമുക്കത് പറയാൻ പറ്റില്ല. ഇപ്പം ഒരാൾക്ക് അത് വലിയ രീതിയിലോട്ട് സ്കെയിൽ ചെയ്ത് റൺ ചെയ്യാനുള്ള കോമ്പറ്റൻസി ഇല്ല, ഒരു തോട്ടും ഒരു ഐഡിയ എക്സിക്യൂഷൻ മാത്രമേ ഉള്ളൂ. ബട്ട് ഓപ്പറേറ്റിംഗ് എന്ന് പറയുന്നത് ലോങ് ടൈം ഇല്ലാത്ത ഒരാളാണെങ്കിൽ എക്സിറ്റ് ആകുന്നതാണ് നല്ലത്. IPO എന്ന് പറയുന്നത് വേറൊരു കൺസെപ്റ്റാണ്. ഇപ്പം നമ്മൾ കേരളത്തിലുള്ള പിള്ളേരോട് ചോദിച്ചാൽ ചിലപ്പോൾ പറയും ബിൽഡ് ചെയ്ത് എക്സിറ്റാന്ന് പറയും. നേരെ മറിച്ച് ഗുജറാത്തിൽ പോയിട്ട് അവിടുത്തെ ആൾക്കാരുടെ ചോദിച്ചാൽ പറയും ലിസ്റ്റ് ചെയ്ത് IPO ബിൽഡ് ചെയ്തിട്ട് വാല്യുവേഷൻ ക്രിയേറ്റ് ചെയ്ത് മില്യണറാണെന്ന് പറയും. ഡിഫറെൻറ്റ് തോട്ട് പ്രോസസ്സ് അവർ ചെറുപ്പം മുതലുണ്ടാകുന്ന ഒരു വ്യത്യാസമാണ്. അവർക്കത് വാല്യുവേഷൻ ക്രിയേറ്റ് ചെയ്ത് വലിയ IPOയിലേക്ക് പോയി വലിയ ഫണ്ടിങ് ആകുക എന്നുള്ളതാണ്, ആ ഒരു വലിയ കമ്പനിയായിട്ട് വലിയ കോർപ്പറേറ്റ് ആയിട്ട് മാറുക എന്നുള്ളതാണ് അവരുടെ ഒരു ഗോൾ. അത് കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവരത് വെക്കുന്നുണ്ട്. അവർക്ക് NSEയിൽ ട്രേഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അവരുടെ വലിയൊരു സ്വപ്നമാണ്. നമ്മളിവിടെ ഷോപ്പ് തുടങ്ങുകയെന്ന് പറയുന്ന പോലെ തന്നെ അവരുടെ ഒരു സ്വപ്നമാണ് NSEയിൽ ലിസ്റ്റ് ചെയ്തിട്ട് വലിയൊരു അവരുടെ സ്റ്റോക്ക് പുറത്ത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന കമ്പനിയുടെ ഓണേഴ്സായി മാറുക എന്നുള്ളത്. ഒരു കമ്പനി ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് എത്താൻ എത്ര വർഷം എടുക്കും? ഗുഡ് ക്വസ്റ്റ്യൻ. ഡിപ്പെൻഡ് അപ്പോൺ ടീം, പ്രോസസ്, സിസ്റ്റം. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ടായി,
ഒരു 6 മന്ത് അത് ട്രയൽ ആൻഡ് എറർ ചെയ്തു. ദെൻ ഒരു 6 മന്ത് നമ്മൾ എക്സിക്യൂഷൻ, അതായത് റിയൽ സെനാരിയോയിൽ കാര്യങ്ങൾ നടത്തി. ദെൻ ആ SOP കൃത്യമായി പാലിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സിസ്റ്റം ആൻഡ് പ്രോസസ് ഡ്രിവണായി. ദെൻ പ്രോപ്പർ MIS റിപ്പോർട്ടിങ്, മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഡാറ്റ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഡാറ്റ കൃത്യമായി മാനേജ്മെൻറ്റ് നോക്കുന്ന ഒരു സിറ്റുവേഷനായി എങ്കിൽ അത് ഓക്കെയാണ്. ദാറ്റ് മീൻസ് ആ ലീഡർഷിപ്പ് ഉണ്ടാവണം എപ്പോഴും. അതിപ്പോൾ എല്ലാ കമ്പനി അങ്ങനെയാണല്ലോ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, CEOs അല്ലെങ്കിൽ അതിൻ്റെ താഴെ ലീഡർഷിപ്പ് ഗ്രൂപ്പ് അങ്ങനെയുള്ള. അപ്പോൾ നോർമലി വരുന്നത് ഒരു 2 ഇയർ ആണ് ഓട്ടോ പൈലറ്റ് മോഡിന് വേണ്ടി വരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്, നമുക്ക് ഒത്തിരി സിസ്റ്റം വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോൾ CRM, സെയിൽസ് ഫോഴ്സ് എന്ന് പറയുന്നത് സെയിൽസിൻ്റെ എൻട്രി ഒരു ആപ്ലിക്കേഷൻ അറിയാലോ. അപ്പോൾ അതൊരു സോഫ്റ്റ്വെയർ ടൂൾസാണ്. ആ സോഫ്റ്റ്വെയർ വെച്ചിട്ട് ഒരു ലീഡ് ജനറേറ്റ് ചെയ്യുന്നത് മുതൽ സെയിൽ നടത്തി കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് വരെയുള്ള എൻ്റയർ സിസ്റ്റം ഓട്ടോമേറ്റഡ് ആവുക. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഒരു ERP സൊല്യൂഷൻ്റെ കീഴിലേക്ക് വരികയും അത് ആ ഓരോന്നിനും ഓരോ സിസ്റ്റം ഉണ്ട്, ഒരു എഴുതി തയ്യാറാക്കിയപ്പെട്ട സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ വെച്ചിട്ടാണ് എങ്കിൽ വിത്തിൻ 6 മന്ത് മതി. മുമ്പൊക്കെ പറയാമായിരുന്നു 3 വർഷം. അപ്പോൾ എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ടൂൾസ് യൂസ് ചെയ്യാൻ പറ്റും. ഓൾറെഡി പ്രീ ഡിഫൈൻഡാണ്, നമ്മളായിട്ടൊന്നും ചെയ്യേണ്ടതില്ല. ഇപ്പം ടാലി, CRM സോഫ്റ്റ്വെയർ, പിന്നെ സോഹോ മെയിൽ സിസ്റ്റം, അതിൽ നിന്നത് കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ലീഗലിന് ഒരു ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിന് ഗ്രാഫി, അങ്ങനെ ഒത്തിരി സോഫ്റ്റ്വെയർസ് ഉണ്ട്. പ്ലസ് ERPക്ക് ഇത് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു സിസ്റ്റം ബിൽഡായി. പിന്നെ എവിടെയെന്നോളൂ എന്ത് സിസ്റ്റം ബിൽഡ് ചെയ്താലും നമ്മുടെ കമ്പനിക്ക് ഫണ്ട് വേണം. മാത്രമല്ല 1, 2 അഡ്മിനിസ്ട്രേറ്റീവ്. ഇപ്പോൾ രാവിലെ വന്നിട്ട് നമ്മുടെ ഓഫീസിൻ്റെ ടേബിളിൽ കമ്പ്യൂട്ടർ പൊടി പിടിച്ചാണോ എന്ന് നോക്കുന്നത് സിസ്റ്റത്തിൽ എഴുതി വെച്ചിരിക്കണം. ക്ലീനിങ് കമ്പ്യൂട്ടർ സിസ്റ്റംസ് എവരി വീക്ക്, ഫ്രൈഡേ 10 AM. ഇതൊരു എക്സാമ്പിളാണ്. ദാറ്റ് ഈസ് എ ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. ആ 10 മണിക്ക് അത് ക്ലീൻ ചെയ്തിട്ട് റെഡിയാക്കി വീക്കിലി വൺസ് ഉള്ളത് ചെയ്യുന്നവരുണ്ട്. ഡെയിലി ഞാൻ എക്സാമ്പിളോട് പറയുന്നത്, ഈച്ച് ആൻഡ് എവരി ഇതിൽ അങ്ങനെ വരും. അതിൻ്റെ റിപ്പോർട്ട് അതിൻ്റെ IT ഹെഡിന് കൊടുക്കുന്നു, IT ഹെഡ് വെരിഫൈ ചെയ്യുന്നു. ഇപ്പോൾ ബ്രാഞ്ചസ് ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ മന്ത്ലി ഓഡിറ്റ്, അപ്പോൾ ഓഡിറ്റ് പോകണം, ഓഡിറ്റിൻ്റെ മുകളിൽ ഒരാളുണ്ട്. അത് സിസ്റ്റമാണ്, എൻ്റെ പ്രോസസ് സിസ്റ്റമാണ്. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ എത്ര വലിയ ഇതാണെങ്കിലും ഈ മെയിൻ്റനൻസ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇത് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ, എയർപോർട്ടിൽ പോകുന്നവർക്ക് അറിയാം, അവരുടെ നമ്മളവിടെ ബാത്റൂം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും, അതിൻ്റെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവിടുത്തെ ട്രാൻസ്പോർട്ടിൻ്റെ ഇതെല്ലാം ഞാൻ പറഞ്ഞത് പല ഇതിൽ എഴുതി വെക്കാറുണ്ടല്ലോ പലതും. അതല്ല, ആരാണ് ഹൗസ് കീപ്പിംഗ് ആളുടെ പേര് ടിക്ക് ചെയ്യുന്നുണ്ട്, ഇത് എത്ര മണിക്കാണ് അത് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ഒരു ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറാണ്. എത്ര മണിക്കാണ് രണ്ടാമത് സൂപ്പർവിഷന് വന്നത്, ഞാൻ ആ റിപ്പോർട്ട് അതിന് വൈകുന്നേരം ആകുമ്പോൾ ഒരാളുടെ മുകളിൽ കൊടുക്കും. ഓക്കെ, ബട്ട് സെയിം തന്നെ ഇതിന് വേണ്ടിയും കൊടുക്കും. ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പോൾ ഞാൻ പറയുന്നുള്ളൂ, മനഃപൂർവ്വം അവിടെ എന്തെങ്കിലുമൊക്കെ ഡസ്റ്റോ അല്ലെങ്കിൽ ചപ്പ് ഒക്കെ കൊണ്ടുപോയിടും. ഇത് എന്നിട്ട് 1 അവറിനുള്ളിൽ ഇത് എടുത്തിട്ടുണ്ടോ എന്ന് നോക്കും. അപ്പോൾ അതിനൊരു സിസ്റ്റം ഉണ്ട്, അത് മോണിറ്റർ ചെയ്യാൻ വേറെ സിസ്റ്റം ഉണ്ട്. അപ്പോൾ എടുത്തിട്ടുണ്ടോ എന്ന് മനഃപൂർവ്വമാണ് കൊണ്ടുപോയിടുന്നത്, ആ സിസ്റ്റം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് സിസ്റ്റം ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു രീതി വെച്ച് നോക്കുവാണെങ്കിൽ ഒരു 6 മന്തും കൊണ്ട് നമുക്ക് ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് ആക്കാൻ പറ്റും. This program sponsored by Supra Pacific Financial Services Limited, a BSE listed NBFC. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.